അല്ല ഈ ഇന്റർവ്യൂസ് ഒന്നും എടുക്കാൻ പോകില്ലേ? ഇത് ചോദിക്കാൻ ഞങ്ങളോട് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയോ പേര് എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇനി ഇൻ്റർവ്യൂസ് ഒന്നും എടുക്കുന്നില്ലേ? ഇൻ്റർവ്യൂസൊക്കെ നിർത്തിയോ? ഇനി വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ? ഇനി എന്താണ് ഭാവി പരിപാടി? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ മെസ്സേജ് ഇതെന്നെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പറയാമെന്ന് കരുതിയത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇനി ഇൻ്റർവ്യൂ ചെയ്യുന്നില്ലേ? അതിനുള്ളൊരു ഉത്തരവാണ് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായും ഞാൻ ഇനിയും ഇൻ്റർവ്യൂസ് ചെയ്യും. എനിക്കറിയാം എൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളത്. അതെനിക്ക് ഈ ഒരു എന്നെ തിരക്കി വരുന്ന മെസ്സേജുകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ള കാര്യം അത് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ചോദിക്കുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഇൻ്റർവ്യൂസ് ദയവ് ചെയ്യരുതെന്ന്. അങ്ങനെയും പറയുന്നവരുണ്ട്. കുറച്ച് മുമ്പേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് എനിക്ക് പറയാനുള്ള കാര്യം പരാതികളൊന്നുമില്ല. കാരണം എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, എൻ്റെ ഇൻ്റർവ്യൂസ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പക്ഷേ അങ്ങനത്തെവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. കാരണം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലോ എൻ്റെ വീട്ടിൻ്റെ അടുത്തോ നാട്ടുകാരൊന്നും ഈ ഒരു മേഖലയിലില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഞാൻ തന്നെ ആരോടും ഒരു റെക്കമെൻഡേഷനും കൂടാതെ ഞാൻ എത്തിപ്പെട്ടതാണ് ബിഹൈൻഡ് വുഡ്സിൽ ആദ്യമായിട്ട്. ചിലരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിലേക്ക് എത്തിയെന്നൊക്കെ. അതിനിയമാണെങ്കിൽ വേറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ചെയ്യരുത് എന്ന് പറയുന്നവരടുത്ത് പറയട്ടെ, എനിക്ക് എന്തായാലും ചെയ്യണമല്ലോ. കാരണം അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു ഫീൽഡിൽ എത്തുന്നത്. അവിടെ ഞാൻ എന്താ പറയുക, ആളുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു മുഖമായി എൻ്റേത് മാറുന്നത്. അപ്പം എനിക്കറിയാം, എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു പുറത്തേക്ക് പോകാനും ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ. പക്ഷേ ഈ കുറച്ച് ഒരു 2 വീക്സായിട്ട് ഞാൻ പുറത്തൊക്കെ പോകാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ആയാലും ഒക്കെ എന്തായാലും പുറത്തിറങ്ങണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. കാരണം എന്നെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എന്താണോ അത് തന്നെ ഇന്നും എനിക്ക് ആളുകൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. കാരണം എനിക്കതിന് ചിന്തിക്കാൻ കൂടി താല്പര്യമില്ല. അപ്പോൾ ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും. എനിക്ക് നിങ്ങളെന്ന സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, ഇനി നമുക്ക് കാണാം, ഇൻ്റർവ്യൂസിലൂടെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.